Hello students. The last class we have seen the differences between microeconomics and macroeconomics. We have seen that microeconomics deals with small economic units in an economy. On the other hand, macroeconomics deals with aggregates of an economy. The next section we saw central problems of an economy. And we have seen that the central problems of an economy or the problem of choice arises due to the scarcity of resources. What were those problems? What to produce, how to produce, for whom to produce. I think you might have gone through all the slides that I have been sent to you. Today, we are going to discuss another session or another session of the first chapter of microeconomics, that is production possibility curve. Here you can see production possibility curve shows various combinations of two goods that an economy can produce with a given level of technology or given level of resources when they are fully and efficiently utilized, which means that production possibility curve of an economy shows locus of combinations of two goods, maybe X or Y. It shows the locus of combination of two goods that the economy can produce by utilizing its all resources and technology when they are fully utilized. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്കോണമിയിൽ ഉൽപാദന സാധ്യതാ വക്രം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു എക്കോണമി അല്ലെങ്കിൽ ഒരു രാജ്യം അതിൻ്റെ വിഭവങ്ങളും മീൻസ് റിസോഴ്സസ്, ഒരു രാജ്യത്തിലെ എല്ലാ വിഭവങ്ങളും ഏറ്റവും ഉത്തമമായിട്ട് വിനിയോഗിക്കുകയാണെങ്കിൽ ആ രാജ്യത്തിന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന രണ്ട് വസ്തുക്കളുടെ വ്യത്യസ്തങ്ങളായ കോമ്പിനേഷനുകളെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഒരു ലൈനാണ് ഉൽപാദന സാധ്യതാ വക്രം എന്നുള്ളതാണ്. നിങ്ങൾ വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ്സുകൾ ശ്രദ്ധിച്ച് കാണുമെന്ന് ഞാൻ കരുതുന്നു. ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, തൽക്കാലം ഇപ്പം ശ്രദ്ധിച്ചാലും മതി. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. ഒരു രാജ്യത്തിലെ റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തിലെ എല്ലാ വിഭവങ്ങളുമാണ്. ലാൻഡ് രാജ്യത്തിലെ വിഭവങ്ങളാണ് അല്ലെങ്കിൽ റിസോഴ്സസ് ആണ്. ഫിസിക്കൽ ക്യാപിറ്റൽ, ഭൗതിക മൂലധനം, നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടതാണ്, റിസോഴ്സസ് ആണ്. ഭൗതിക മൂലധനം എന്തൊക്കെയായിരുന്നു, അല്ല എന്തൊക്കെയാണ് ഓർക്കുന്നുണ്ടോ? ഒരു രാജ്യത്തിലെ മെഷീനറി, ഫാക്ടറികൾ, റോഡുകൾ, എയർപോർട്ട്, പോർട്ടുകൾ, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം ഫിസിക്കൽ ക്യാപിറ്റലാണ് അല്ലെങ്കിൽ ഭൗതിക മൂലധനമാണ്. അതുപോലെ ഇതും റിസോഴ്സസ്, രാജ്യത്തെ റിസോഴ്സസാണ്. ഒരു രാജ്യത്തിലെ ലാൻഡ്, ഫോറസ്റ്റ്, റിവേഴ്സ്, മിനറൽസ്, ഇതൊക്കെ റിസോഴ്സസ് ആണ്. ഫിസിക്കൽ ക്യാപിറ്റലും റിസോഴ്സസ് ആണ്. റോഡുകൾ, പാലങ്ങൾ, എയർപോർട്ടുകൾ ഒക്കെ മെഷീൻസ് അല്ലെങ്കിൽ മെഷീനറി ഒക്കെ റിസോഴ്സസ് ആണ്. പിന്നെ എന്താണ്, മനുഷ്യ മൂലധനമുണ്ട്, ഹ്യൂമൻ ക്യാപിറ്റലും റിസോഴ്സസ് ആണ്. എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ? സ്കിൽഡും എഡ്യൂക്കേറ്റഡും ആയിട്ടുള്ള പീപ്പിൾ ആണ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. വിദ്യാഭ്യാസം ലഭിച്ച, വിദ്യാഭ്യാസം ആരോഗ്യമുള്ള ഒരു തലമുറയാണ്, ജനതയാണ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത്, നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നെ എന്തൊക്കെയാണ്? ഒരു രാജ്യത്തിലെ ഹെൽത്ത് സെക്ടർ ഒക്കെ അതിന്റെ ഭാഗമാണ്, ഹ്യൂമൻ ക്യാപിറ്റലിന്റെ ഭാഗം തന്നെയാണ്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുവാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതിനെല്ലാം കൂടെ സമ്മറൈസ് ചെയ്ത്, അതായത് ഒരു രാജ്യത്തിലെ പ്രധാനപ്പെട്ട റിസോഴ്സസ് എന്തൊക്കെയാണെന്നുള്ളത് ചില ഹെഡുകളായിട്ട് നമ്മൾ തരം തിരിച്ചിട്ടുണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇതിലേക്ക് പോകാം. നോക്കുക, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ലാൻഡ്, ക്യാപിറ്റൽ, ലേബർ, എന്റർപ്രണേഴ്സ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അഥവാ ഉൽപാദന ഘടകങ്ങൾ എന്നറിയപ്പെടുന്നത് ഈ 4 ഘടകങ്ങളും. ഇത് തന്നെയാണ് റിസോഴ്സസ് എന്നും അറിയപ്പെടുന്നത്. എന്ത് വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാനാണെങ്കിൽ നമുക്ക് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വേണം. ഫോർ പ്രൊഡ്യൂസിങ് എനി ഗുഡ് ഓർ എനി ഔട്ട്പുട്ട് വി നീഡ് മെനി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ദീസ് ആർ ദ 4 മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് ഒത്തിരി ഘടകങ്ങൾ നമുക്ക് ആവശ്യം. എന്ത് വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാനാണെങ്കിലും നമുക്ക് പല ഉൽപാദന ഘടകങ്ങൾ ആവശ്യമാണ്.
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 മാത്രം നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ. ഏതൊക്കെയാണെന്ന് നോക്കുക. ലാൻഡ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിവേഴ്സ്, പുഴകൾ, ഫോറസ്റ്റ്, നാച്ചുറൽ റിസോഴ്സസ്, ഇതൊക്കെയാണ് ലാൻഡിനകത്ത് ഉൾപ്പെടുന്നത്. ഇതാണ് പ്രധാനമായിട്ടുള്ള റിസോഴ്സ് എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നതിൽ ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ലാൻഡ്, ഭൂമി. ക്യാപിറ്റൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ഫിസിക്കൽ ക്യാപിറ്റലും ഹ്യൂമൻ ക്യാപിറ്റലും ഉൾക്കൊള്ളുന്നതാണ് ഈ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഹെഡിനകത്ത് അത് ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് ടൂൾസ്, എക്യുപ്മെന്റ്സ്, ഫാക്ടറീസ് യൂസ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ലാൻഡ് റിസോഴ്സസ് ആണ് ക്യാപിറ്റൽ. നമ്മൾ പറഞ്ഞ പോലെ മെഷീൻസ്, റോഡ്, ട്രാൻസ്പോർട്ട്, എയർപോർട്ട്, പോർട്ടുകൾ, ഇതൊക്കെ ക്യാപിറ്റലാണ്. പിന്നെ എന്താണ്? ലേബർ, ഹ്യൂമൻ ക്യാപിറ്റലിനകത്ത് വരുന്നതാണ്. ഒരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ക്യാപിറ്റലിനകത്ത് വരുന്നതാണ് ലേബർ എന്ന് പറയുന്നത്. സ്കിൽഡ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ലേബർ എന്നുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. അത് ഹ്യൂമൻ ക്യാപിറ്റലിനകത്ത് വരുന്ന ലേബർ എന്ന് പറയുന്നത്. അപ്പൊ അത് റിസോഴ്സസ് ആണ്, മൂന്നാമത്തെ റിസോഴ്സസ് ആണ്. നാലാമത്തെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്റർപ്രണറാണ്, സംഘാടകർ എന്ന് പറയും. സംഘാടകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാക്ടറി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുക്കുന്ന, അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് സംരംഭം തുടങ്ങുന്ന ആൾക്കാരെയാണ് എന്റർപ്രണേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ നോക്കുക, there are 4 main factors of production. What are they? Land, capital, labor, entrepreneurs. ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാനൊന്ന് വിശദമാക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ഒരു രാജ്യത്തിലെ അല്ലെങ്കിൽ റിസോഴ്സുകളെ നമ്മൾ ഈ 4 ഹെഡുകളിൽ തരംതിരിക്കുക എന്ന് പറഞ്ഞു. ഉൽപാദന ഘടകങ്ങൾ എന്ന പേരിൽ നമുക്ക് 100 കിലോ നെല്ല് ഉൽപ്പാദിപ്പിക്കണമെന്ന് കരുതുക. നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 100 കിലോ നെല്ലാണ്. ഒരു കർഷകൻ അയാളുടെ സ്ഥലത്ത് തന്നെ, അയാൾക്ക് ഒരു കർഷകന് സ്വന്തമായിട്ടൊരു 1 ഏക്കർ സ്ഥലമുണ്ട്. 1 ഏക്കർ സ്ഥലത്ത് അയാൾക്ക് 100 കിലോ നെല്ലാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്. 100 കിലോ നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി അയാൾക്ക് എന്തൊക്കെ റിസോഴ്സസ് വേണം? ലാൻഡ് വേണം. നമ്മൾ പറഞ്ഞു നമ്മുടെ കർഷകന് 1 ഏക്കർ ലാൻഡ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് റിസോഴ്സ് ആയി. സെക്കൻഡ് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ. 1 ഏക്കർ ലാൻഡ് ഒരു ഫാർമർക്ക് ഉണ്ട്, അയാൾക്ക് ഇനി വേണ്ടത് ക്യാപിറ്റലാണ്. അയാൾക്ക് വേണ്ട ക്യാപിറ്റൽ എന്ന് പറയുന്നത് ആ ലാൻഡ് റെഡിയാക്കാൻ ആവശ്യമായിട്ടുള്ള ട്രാക്ടറുകളോ അല്ലെങ്കിൽ കലപ്പ് പോലത്തെ സാധനങ്ങൾ, തൂമ്പ, മൺവെട്ടി പോലത്തെ സാധനങ്ങളാണ് വേണ്ടത്. അതൊക്കെയാണ് ഇവിടെ ക്യാപിറ്റൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ 1 ഏക്കർ ലാൻഡ് എന്നുള്ളത് റിസോഴ്സ് ആയി. ടൂൾസ് ആയി നമുക്ക് മെഷീനറി ആയി ട്രാക്ടർ, തൂമ്പ പോലത്തെ വസ്തുക്കളൊക്കെയാണ് ഇവിടുത്തെ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത്. ഇനി വേണ്ട ലേബറാണ്. ലേബർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം സ്കിൽഡ് ആയിട്ടുള്ള ലേബറാണ്. 1 ഏക്കർ ലാൻഡിൽ തൂമ്പയും ട്രാക്ടറും ഉപയോഗിച്ചിട്ട് 100 കിലോ നെല്ല് അല്ലെങ്കിൽ അരി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ലേബറിനെ ആരാണ്? നമ്മുടെ ഫാർമർ ഹയർ ചെയ്യുന്നു. ഒരു 5 ലേബേഴ്സിനെ ഉപയോഗിക്കുന്നു, തൂമ്പ ഉപയോഗിക്കുന്നു, ട്രാക്ടർ ഉപയോഗിക്കുന്നു. 1 ഏക്കർ ലാൻഡ് ഉണ്ട്. അയാൾ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ആ 1 ഏക്കർ ലാൻഡിൽ 100 കിലോ നെല്ല് ഉൽപ്പാദിപ്പിക്കാമെന്ന് കരുതുക. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടുത്തെ എന്റർപ്രണർ അല്ലെങ്കിൽ സംഘാടകൻ എന്ന് പറയുന്ന ആരാണ്? ഫാർമർ തന്നെയാണ്. ഈ ഫാർമറാണ് സ്വന്തം ഭൂമിയിൽ അല്ലെങ്കിൽ പാട്ടത്തിനെടുത്ത ഭൂമിയിൽ ലേബേഴ്സിനെ ഉപയോഗിച്ച്, മെഷീനറി ഉപയോഗിച്ചിട്ട് 100 കിലോ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നോക്കുക, 100 കിലോ നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് ആണ് നമ്മൾ പറഞ്ഞ പോലെ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ 3 ഘടകങ്ങളെയും കോർഡിനേറ്റ് ചെയ്യുന്ന ഉത്തരവാദിത്തം അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്ന ഉത്തരവാദിത്തമാണ് എന്റർപ്രണർക്കുള്ളത് എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. 100 കിലോ നെല്ല് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അരി എന്ന് പറയുന്നതാണ് നമ്മുടെ ഔട്ട്പുട്ട്. ആ 100 കിലോ നെല്ല് ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ലാൻഡും ലേബറും ക്യാപിറ്റലും ഒപ്റ്റിമമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു. കിട്ടിയില്ലേ? ഓക്കെ. ഇനി നമ്മൾ പറയാണ്, ഈ കർഷകനെ സംബന്ധിച്ച് 100 കിലോ നെല്ല് അയാൾ ഉൽപ്പാദിപ്പിച്ചു. അയാൾക്ക് ആവശ്യം എന്തൊക്കെയുണ്ട്? 100 കിലോ നെല്ല് മാത്രം മതിയോ? പോരാ. അയാൾക്ക് നെല്ല് ആവശ്യമാണ്, ഗോതമ്പ് ആവശ്യമാണ്, കരിമ്പ് ആവശ്യമാണ്, ബാർലി അല്ലെ, അങ്ങനെ പല വസ്തുക്കൾ ആവശ്യമാണെന്ന് കരുതുക. പക്ഷെ ഇതെല്ലാം അയാൾക്ക് ഈ 1 ഏക്കർ ലാൻഡിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ലെന്ന് കരുതുക. അല്ലെങ്കിൽ 100 കിലോ വീതം എല്ലാം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല, തീർച്ചയായിട്ടും പറ്റില്ല. വീറ്റും അല്ലെങ്കിൽ റൈസും
ഷുഗർ കെയിനും ബാർലിയും അതുപോലെ അയാൾക്ക് ആവശ്യമുള്ള എല്ലാ വസ്തുക്കളും അയാളുടെ ഒരേക്കർ ലാൻഡിൽ അയാൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അയാൾ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഫോർ ഇൻസ്റ്റൻസ് നമ്മൾ എടുക്കുകയാണ്, 2 വസ്തുക്കളാണ് കർഷകന് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്ന് കരുതുക. നമ്മൾ പറഞ്ഞ പോലെ റൈസും വീറ്റും ആണെന്ന് കരുതുക. അപ്പൊ ഈ കർഷകന് ഒന്നെങ്കിൽ 100 കിലോ പാടി അല്ലെങ്കിൽ റൈസ് ഉൽപ്പാദിപ്പിക്കാം. നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ലാൻഡ്, ലേബറും ക്യാപിറ്റൽ എല്ലാം യൂസ് ചെയ്തിട്ട് 100 കിലോ റൈസ് ഉൽപ്പാദിപ്പിക്കാം ഒന്നെങ്കിൽ. അതല്ലെങ്കിൽ 100 കിലോ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ രണ്ടും കൂടെ പറ്റൂല. 2 വീതം ഗോതമ്പും അരിയും 100 കിലോ വീതം അങ്ങനെ 200 കിലോ ഉൽപ്പാദിപ്പിക്കാൻ ഇയാൾക്ക് പറ്റില്ല. കാരണം ലാൻഡ് ഫിക്സഡ് ആണ്, റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. ലാൻഡ് ഫിക്സഡ് ആണ്, 5 ലേബേഴ്സിനെ കിട്ടുള്ളൂ എന്ന് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നു. 5 തൂമ്പം മാത്രമേ അവിടെ ഉള്ളൂ. ക്യാപിറ്റലും ഫിക്സഡ് ആണ്. അതൊക്കെയാണ് അവിടുത്തെ ഷോർട്ടേജ് അല്ലെങ്കിൽ സ്കേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിഭവങ്ങളുടെ പരിമിതി അല്ലെങ്കിൽ ദൗർലഭ്യം എന്ന് പറയുന്നത്. വിഭവങ്ങൾ ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കർഷകനെ സംബന്ധിച്ച് ഒന്നെങ്കിൽ 100 കിലോ നെല്ല് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ 100 കിലോ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കാം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതും അല്ലെങ്കിൽ ഇയാൾക്ക് എങ്ങനെയൊക്കെ ഉൽപ്പാദിപ്പിക്കാം? ഒന്നെങ്കിൽ 100 കിലോ നെല്ല് ഉൽപ്പാദിപ്പിക്കുക, 0 ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കാം. അല്ലെങ്കിൽ 100 ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കാം, 0 നെല്ല് ഉൽപ്പാദിപ്പിക്കാം. അതല്ലെങ്കിലോ അല്ലെങ്കിൽ അയാൾക്ക് 100 കിലോ നെല്ല് എന്നുള്ളത് കുറച്ച് 90 കിലോ നെല്ല് ഉൽപ്പാദിപ്പിക്കാം. അപ്പൊ എത്രയാണ് ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കാം? 10 കിലോ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കാം. ഇനി അയാള് എന്താണ് നെല്ലിന്റെ അളവ് കുറച്ച് കൊണ്ടുവരുവാണെങ്കിൽ ഗോതമ്പിന്റെ അളവ് കൂട്ടിക്കൊണ്ടുവരാം. 50 കിലോ നെല്ല് ഉൽപ്പാദിപ്പിക്കാം, 50 കിലോ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കാം. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടുത്തെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഒന്നെങ്കിൽ 100 കിലോ നെല്ല് ഉൽപ്പാദിപ്പിക്കുക, 0 ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുക. അല്ലെങ്കിൽ 100 കിലോ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുക, 0 നെല്ല് ഉൽപ്പാദിപ്പിക്കുക. അല്ലെങ്കിൽ രണ്ടും 50 കിലോ വീതം ഉൽപ്പാദിപ്പിക്കുക. അതല്ലെങ്കിൽ 80 കിലോ ഏതെങ്കിലും ഒരു വസ്തു 80 കിലോ ഉൽപ്പാദിപ്പിക്കുക, മറ്റേ രണ്ടാമത്തെ വസ്തു 20 കിലോ ഉൽപ്പാദിപ്പിക്കുക. അങ്ങനെ പല കോമ്പിനേഷൻസ് അവിടെ ഉണ്ട് ഈ കർഷകനെ സംബന്ധിച്ച്. ഇതിൽ എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള അയാൾ എങ്ങനെ തീരുമാനിക്കും? അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. വാട്ട് ടു പ്രൊഡ്യൂസ് എന്നുള്ള പ്രോബ്ലം ഉത്ഭവിക്കാനുള്ള കാരണം ഇതാണ്. ഇതിൽ എന്ത് വേണം എന്നുള്ള അയാളെ തീരുമാനിക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പൊ അതുപോലെ എന്ത് സാങ്കേതികവിദ്യ ആണ് വേണ്ടതെന്നുള്ളതൊക്കെ ടെക്നോളജി, ഹ്യൂമൻ ഇന്റൻസീവ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി വേണോ, ലേബർ ഇന്റൻസീവ് ടെക്നോളജി വേണോ എന്നുള്ളത് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. അതൊക്കെ നമുക്ക് പിന്നെ കാണാം. അപ്പൊ നമ്മുടെ ഈ കേസിനകത്ത് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി കാണും നിങ്ങൾക്ക് അല്ലെ? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രണേഴ്സ്, ഇതൊക്കെയാണ് ഒരു രാജ്യത്തിലെ റിസോഴ്സ് എന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ എന്ത് വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാനും ഈ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ റിസോഴ്സസ് വേണം. ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അഥവാ റിസോഴ്സസ് ഫിക്സഡ് ആയതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? പ്രോബ്ലം ഓഫ് ചോയ്സ് റൈസസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചോയ്സ്, എന്ത് ഉൽപ്പാദിപ്പിക്കണം, ഗോതമ്പ് വേണോ അതോ റൈസ് വേണോ എന്നുള്ള പ്രോബ്ലം ഉയർന്നു വരാനുള്ള കാരണം റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. ഒരേക്കർ ലാൻഡ് ആണ്, 5 ലേബേഴ്സ് ആണ്, 5 തൂമ്പ അല്ലെങ്കിൽ ട്രാക്ടറുകൾ, ഒരു ട്രാക്ടർ, അങ്ങനെയുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഗോതമ്പോ അരിയോ ഏതെങ്കിലും ഒന്നെങ്കിൽ 100 കിലോ ഉൽപ്പാദിപ്പിക്കാം, അല്ലെങ്കിൽ 2 വീതം 50 കിലോ വീതം ഉൽപ്പാദിപ്പിക്കാം. അപ്പൊ എന്തായാലും ഒരു വസ്തു കൂടുതൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ, ഗോതമ്പ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കണം എങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അരി ഉൽപ്പാദിപ്പിക്കുന്ന അളവ് കുറയ്ക്കണം. മനസ്സിലായില്ലേ? അപ്പൊ എന്തെങ്കിലും ഒരു വസ്തുവിന്റെ അളവ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ വസ്തുവിന്റെ അളവ് കുറച്ച് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആദ്യത്തെ വസ്തുവിന്റെ അളവ് കൂട്ടാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിനകത്ത് ഏതിനാണ്, ഗോതമ്പിനാണോ അല്ലെങ്കിൽ അരിക്കാണോ അല്ലെങ്കിൽ നെല്ലിനാണോ പ്രാധാന്യം കൂടുതൽ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് പ്രോബ്ലം ഓഫ് ചോയ്സ് പറയുന്നത്. ഓക്കെ, അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു രാജ്യത്തിന്റെ ഉൽപാദന സാധ്യതാ വക്രം നമ്മൾ വരയ്ക്കുകയാണ്, അല്ലെ അത് കാണാൻ പോവാണ് ഇങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത്. ഉൽപാദന സാധ്യത വക്രം എന്താന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. PPC shows all combinations of 2 goods that an economy can produce. എങ്ങനെ? ഗിവൺ ടെക്നോളജി ആണ് ഗിവൺ റിസോഴ്സസ്. മീൻസ് ടെക്നോളജിയും റിസോഴ്സസും ഫിക്സഡ് ആണെങ്കിൽ, മീൻസ് സാങ്കേതിക വിദ്യയിൽ വളർച്ചയില്ലെങ്കിൽ, വർധനവില്ലെങ്കിൽ, മാറ്റമില്ലെങ്കിൽ, റിസോഴ്സസിനകത്തും മാറ്റമില്ലെങ്കിൽ
ഒരു രാജ്യത്തിന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന രണ്ട് വസ്തുക്കളുടെ വ്യത്യസ്തങ്ങളായ കോമ്പിനേഷനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ്. അതായത് 100 കിലോ നെല്ല് അല്ലെങ്കിൽ 100 കിലോ ഗോതമ്പ്, 50 കിലോ നെല്ല്, 50 കിലോ ഗോതമ്പ്, 80 കിലോ നെല്ല്, 20 കിലോ ഗോതമ്പ്, 20 കിലോ നെല്ല്, 80 കിലോ ഗോതമ്പ് എന്നുള്ള കോമ്പിനേഷൻസ് ഉണ്ടല്ലോ നമ്മുടെ എക്സാമ്പിളിനകത്ത്. അങ്ങനെയുള്ള പല കോമ്പിനേഷൻസ് ഉണ്ട്. ഒരു കർഷകന് നമ്മുടെ എക്സാമ്പിളിനകത്ത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന, ആ കർഷകന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന നെല്ലിന്റെയും ഗോതമ്പിന്റെയും പല സാധ്യതകളുണ്ട്. അത് നമ്മളൊരു ഡയഗ്രമായിട്ട് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇനി കാണാൻ പോകുന്നത്. ഓക്കെ, ഇതൊരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് ആണ്. പോസിബിലിറ്റീസ് A, B, C, D, E എന്നിങ്ങനെ അവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ട് വസ്തുക്കളാണ് നമ്മുടെ ഈ ഒരു എക്കോണമിക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന അല്ല ഉൽപ്പാദിപ്പിക്കേണ്ട രണ്ട് വസ്തുക്കളുള്ളത്. ഒന്ന് ഗണ്ണാണ്, the second one is apple, which means that either the economy can produce gun or apple. രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ. ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ രണ്ടിന്റെ ഒരു കോമ്പിനേഷൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഒന്നെങ്കിൽ അയാൾ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഈ എക്കോണമിക്ക് എന്ത് ചെയ്യാം, ദ ഫസ്റ്റ് പോസിബിലിറ്റി എ എന്നുള്ള പോസിബിലിറ്റി നോക്കുക. ഹിയർ ദ എക്കോണമി പ്രൊഡ്യൂസസ് സീറോ ഗൺ, മീൻസ് ഗണ്ണുകളൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ നോക്കുക, മാക്സിമം 14 ആപ്പിളാണ് എക്കോണമി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ഫിക്സഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ്, റിസോഴ്സസ് ആണ്, സാങ്കേതിക വിദ്യയിലോ മറ്റ് ഘടകങ്ങളിലോ മാറ്റമില്ല. വിഭവങ്ങളൊക്കെ ഫിക്സഡ് ആണെങ്കിൽ ആ വിഭവങ്ങൾ ലാൻഡും ലേബറും ക്യാപിറ്റലും എന്റർപ്രണേഴ്സും എല്ലാം മാക്സിമം ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, 14 ആപ്പിൾ പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഗണ്ണിന്റെ അളവ് എത്രയാണ്? സീറോ ആണ് എന്നുള്ളതാണ് ഫസ്റ്റ് കോമ്പിനേഷൻ ആണ് അല്ലെ പോസിബിലിറ്റി ആണ് എന്ന് പറഞ്ഞാൽ അതിന് ആ എക്കോണമിക്ക് 14 ആപ്പിൾ പ്രൊഡ്യൂസ് ചെയ്യാം മാക്സിമം. അങ്ങനെയാണെങ്കിലോ ദാറ്റ് എക്കോണമി വിൽ ബി പ്രൊഡ്യൂസിങ് സീറോ ഗൺ എന്നുള്ളതാണ്. ഇനി സെക്കൻഡ് പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ബി എന്നുള്ള പോസിബിലിറ്റി ആണ്. എക്കോണമി പ്രൊഡ്യൂസസ് 1 ഗൺ, ഒരു ഗണ്ണാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്കോണമി. നമ്മൾ പറഞ്ഞ പോലെ ലേബറും ലാൻഡും ക്യാപിറ്റലും എല്ലാം ഉപയോഗിച്ചിട്ട് മാക്സിമം ഉപയോഗിച്ചിരിക്കുകയാണ്. അത് ഉപയോഗിച്ചിട്ട് ഒരു തോക്ക് ഉൽപ്പാദിപ്പിക്കാം. അങ്ങനെ നേരത്തെ തോക്കുകളൊന്നും ഉൽപ്പാദിപ്പിക്കുന്നുണ്ടായിരുന്നില്ല, ഇപ്പോൾ ഒരു തോക്കാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെ എക്കോണമി എന്ത് ചെയ്യുന്നു, ഒരു തോക്ക് ഉൽപ്പാദിപ്പിക്കാം, ഒരു ഗണ്ണ് ഉൽപ്പാദിപ്പിക്കാം, പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് തീരുമാനിക്കുകയാണ്. പക്ഷേ അന്നേരം എന്ത് ചെയ്യണം? ദാറ്റ് എക്കോണമി ഹാസ് ടു സാക്രിഫൈസ് ഹൗ മെനി യൂണിറ്റ്സ് ഓഫ് ആപ്പിൾസ്? 2 യൂണിറ്റ്സ് ഓഫ് ആപ്പിൾസ്. അതായത് 2 ആപ്പിളുകളുടെ ഉൽപാദനം വേണ്ടെന്ന് വെച്ചിട്ടാണ് എക്കോണമി എന്ത് ചെയ്യുന്നത്, ഒരു തോക്ക് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പൊ സെക്കൻഡ് പോസിബിലിറ്റി അല്ലെ ബി എന്ന് പറഞ്ഞ പോസിബിലിറ്റി 1:12 എന്നുള്ളതായി, അല്ലെങ്കിൽ 112 എന്നുള്ളതായി. ഒരു തോക്ക് ഉൽപ്പാദിപ്പിക്കാം വേണമെങ്കിൽ ഈ എക്കോണമിക്ക്. പക്ഷെ അന്നേരം എന്ത് ചെയ്യണം? ദാറ്റ് എക്കോണമി ഹാസ് ടു സാക്രിഫൈസ് 2 യൂണിറ്റ്സ് ഓഫ് ആപ്പിൾസ്. 2 ആപ്പിളുകളുടെ ഉൽപാദനം കുറച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഗണ്ണ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും അതാ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിസോഴ്സസ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്, അല്ലെ സ്കേസിറ്റി ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത്. കുറച്ച് വിഭവങ്ങൾ അല്ലെ ലേബറും ക്യാപിറ്റലും എല്ലാം ഫിക്സഡ് ആണ്. അതിനകത്ത് തോക്ക് ഉൽപ്പാദിപ്പിക്കണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് കുറച്ച് ലേബേഴ്സും ക്യാപിറ്റലും എന്ത് ചെയ്യണം, ആപ്പിൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന ലേബേഴ്സും ക്യാപിറ്റലും ഉപയോഗിച്ച് മാത്രമേ ഗണ്ണ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. അന്നേരം ആപ്പിളിന്റെ പ്രൊഡക്ഷനകത്ത് കുറവുണ്ടാകും. ആപ്പിളിനകത്തെ പ്രൊഡക്ഷനകത്ത് കുറവുണ്ടായി മാത്രമേ ഗണ്ണിന്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ സെക്കൻഡ് പോസിബിലിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്കും ആപ്പിളിന്റെ എണ്ണം കുറയുന്നതും ഗണ്ണിന്റെ എണ്ണം കൂടും. ഇനി സി എന്നുള്ള പോസിബിലിറ്റി സാധ്യതയിലേക്ക് വരികയാണ്. തോക്കിന്റെ എണ്ണം ഗണ്ണിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 1 to 2 ആയിട്ട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ നോക്കുക, ആപ്പിളിന്റെ എണ്ണത്തിനകത്ത് എത്ര കുറവുണ്ടായെന്നുള്ളതാണ്. 3 യൂണിറ്റ്സ് അല്ലെ. ആപ്പിളിന്റെ എണ്ണത്തിനകത്ത് എത്ര കുറവുണ്ടായി? 3 ആപ്പിളിന്റെ എണ്ണം പ്രൊഡക്ഷൻ കുറച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, 1 more യൂണിറ്റ് ഓഫ് ഗൺ ഈസ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ മനസ്സിലായല്ലേ? തോക്കിന്റെ ഉൽപാദനം കൂട്ടുവാൻ വേണ്ടിയിട്ട് കുറച്ചുകൊണ്ട് വരുന്ന ആപ്പിളുകളുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആപ്പിളിന്റെ
ആപ്പിളിൽ ഉണ്ടാകുന്ന കുറവെന്ന് പറയുന്നത് ആദ്യം നോക്കുക 2 യൂണിറ്റ് ആയിരുന്നു. 14 ആപ്പിൾ എന്നുള്ളത് 12 ആപ്പിളായിട്ട് കുറച്ചു. അപ്പോഴാണ് ഒരു തോക്ക് ഉണ്ടാക്കുന്നത്. പിന്നീട് അടുത്ത പോസിബിലിറ്റി വരികയാണ് എക്കോണമി സി എന്നുള്ള പോസിബിലിറ്റി ആകുമ്പോൾ 2 തോക്ക് ഉൽപ്പാദിപ്പിക്കുന്നു 9 ആപ്പിളും. അവിടെ 3 ആപ്പിളിന്റെ ഉൽപ്പാദനം കുറച്ചിട്ടാണ് ഒരു തോക്ക് കൂടെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഡി എന്നുള്ള കോമ്പിനേഷൻ വരുമ്പോഴോ പോസിബിലിറ്റി വരുമ്പോഴോ 3 തോക്കുകളും 5 ആപ്പിളുകളും. അപ്പൊ 4 ആപ്പിളിന്റെ ഉൽപ്പാദനം കുറച്ചിട്ടാണ് അടുത്ത ഒരു തോക്ക് കൂടി ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ എന്നുള്ള പോസിബിലിറ്റി 4 ഗണ്ണും 0 ആപ്പിൾസും. അപ്പൊ നാലാമത്തെ അല്ലെ ഈ എന്നുള്ള പോസിബിലിറ്റി വരുമ്പോഴത്തേക്ക് 4 തോക്ക് ആ എക്കോണമിക്ക് ഉൽപ്പാദിപ്പിക്കാം. പക്ഷെ ആപ്പിൾസിന്റെ എണ്ണം എത്രയായിരിക്കും? 0 ആയിരിക്കും എന്നുള്ളതാണ്. എത്ര ആപ്പിളിന്റെ എണ്ണം കുറച്ച് അവിടെ ലാസ്റ്റ് പോയിന്റിൽ എത്താൻ, ഇയിലെത്താൻ? 5 ആപ്പിളിന്റെ. മനസ്സിലായില്ലേ? അതായത് ഓരോ യൂണിറ്റ് ഗണ്ണിന്റെ ഉൽപ്പാദനം കൂട്ടുന്നതിനനുസരിച്ച് ആപ്പിളിന്റെ എണ്ണത്തിൽ ഉണ്ടാകുന്ന കുറവ് എന്ന് പറയുന്ന വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറവ് എന്ന് പറയുന്ന വർദ്ധിക്കുക തന്നെയാണ്. അതായത് ആപ്പിളിന്റെ എണ്ണം എത്ര എണ്ണം? ആദ്യം 2 ആപ്പിളിന്റെ ഉൽപ്പാദനം കുറച്ചിട്ടാണ് ഒരു തോക്ക് ഉണ്ടാക്കുന്നത്. പിന്നെയോ 3 ആപ്പിളിന്റെ എണ്ണം കുറച്ചിട്ടാണ് ഒരു തോക്കൂടി ഉണ്ടാക്കുന്നത്. പിന്നെ അത് 4 ആയി, പിന്നെ അത് 5 ആയി. ഇതിനെ ഇൻക്രീസിങ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയും. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യുന്ന രണ്ടാമത്തെ വസ്തുവിന്റെ ചെലവാണ് അല്ലെങ്കിൽ അളവാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. The amount of any good that is sacrificed in order to produce one more unit of other good, that is known as marginal opportunity cost എന്നുള്ളതാണ്. ഇവിടെ ഓരോ യൂണിറ്റ് ഗണ്ണുകൾ ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടിയിട്ട് വേണ്ടെന്ന് വയ്ക്കുന്ന ആപ്പിളുകളുടെ എണ്ണം എന്ന് പറയുന്നത് നോക്കുക 2, 3, 4, 5 എന്നിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇവിടെ അതിനെ നമ്മൾ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നാണ് പറയുന്നത്. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഫോർ ഗൺ അത് ഇൻക്രീസിങ് ഇവിടെ 2, 3, 4, 5 എന്നുള്ള ഒരു ഇൻക്രീസിങ്. അപ്പൊ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മേ ബി ഇൻക്രീസിങ്, ഡിക്രീസിങ് ഓർ മേ ബി കോൺസ്റ്റന്റ്. 3 പോസിബിലിറ്റീസ് ഉണ്ട്. അത് നമ്മൾ പിന്നെ കാണും. അതിന്റെ റീസൺസ് ഒക്കെ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. കുറച്ച് ബ്രോഡായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ തന്നെ. നിങ്ങൾ ഇത്രമാത്രം മനസ്സിലാക്കുക. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലായില്ലേ? ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടിയിട്ട് വേണ്ടെന്ന് വയ്ക്കുന്ന രണ്ടാമത്തെ വസ്തുവാണ്, അല്ലെ രണ്ടാമത്തെ വസ്തുവിന്റെ അളവാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് മേ ബി അല്ലെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് 3 രീതിയിലുണ്ട്. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മൾ ഇപ്പൊ കാണുന്ന കേസ് പോലെ ഇൻക്രീസിങ് ആവാം, ഡിക്രീസിങ് ആവാം, കുറഞ്ഞു വരാം, ഒന്നെങ്കിൽ കൂടി വരാം. നമ്മുടെ ഈ എക്സാമ്പിൾ പോലെ 2, 3, 4, 5 എന്നിങ്ങനെ എമോസി വർദ്ധിച്ചുകൊണ്ടിരിക്കാം. അത് കുറഞ്ഞും വരാം, നേരെ തിരിച്ചു മാറ്റമില്ലാതെ ഇരിക്കാം. അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ ഈ ഒരു കേസിൽ നമ്മൾ പറഞ്ഞു 1, 2, 3, 4, 5 പോസിബിലിറ്റീസ് ആണ് ഈ ഒരു എക്കോണമിക്ക് ഉള്ളത്. പോസിബിലിറ്റി എയിൽ either that economy can produce 0 units of gun and 14 units of apples, or that economy can produce 4 units or 4 guns and 0 apples, and also that economy can produce 2, 9, 3, 5, 1, 12. Any combination depends upon economy's wishes. So A, B, C, D, E എന്നുള്ള ഈ ഏത് കോമ്പിനേഷനിലെ അളവ് തോക്കുകളോ ആപ്പിളുകളോ ഈ എക്കോണമിക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതിൽ എന്ത് ഉൽപ്പാദിപ്പിക്കണം, അല്ലെങ്കിൽ ഏത് അളവാണ്, അല്ലെ ഏത് പോസിബിലിറ്റി ആണ്, എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ, ഇ ആണോ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ആണ് സെൻട്രൽ പ്രോബ്ലം ഓഫ് ആൻ എക്കോണമി. നമ്മൾ നേരത്തെ കണ്ടത്. ഇപ്പൊ യുദ്ധം ഫേസ് ചെയ്യുന്ന ഒരു എക്കോണമി ആണെങ്കിൽ തീർച്ചയായിട്ടും എക്കോണമി ഒരുപക്ഷെ ഡിയിലേക്കോ ഇയിലേക്കോ പോയേക്കാം. പക്ഷെ അന്നേരം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഗണ്ണിന്റെ അളവ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഫുഡ് അഥവാ ആപ്പിൾസിന്റെ അളവ് കുറയ്ക്കേണ്ടതായിട്ട് വരും. ഇനി ആപ്പിൾസിന്റെ അളവ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആപ്പിളിന്റെ എണ്ണം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാലോ ഗണ്ണിന്റെ അളവ് കുറയ്ക്കേണ്ടതായിട്ട് വരും. ഇതിൽ എന്ത് വേണം, അല്ലെങ്കിൽ ഇതിന്റെ രണ്ടിന്റെ ഒരു ജുഡീഷ്യസ് മിക്സ് ആണോ വേണ്ടത്?
മീൻസ് സിയോ ഡിയോ ആണോ വേണ്ടത്? ഇതൊക്കെ ഒരു എക്കോണമി ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ. അത് ആ എക്കോണമിയെ തീരുമാനിക്കും ഇതിൽ ഏത് വേണം, ഏതിനാ പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്നുള്ള. ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവാൻ കാരണം എന്താണ്? സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്. അതായത് വിഭവങ്ങൾ ഫിക്സഡ് ആണ്. നമ്മൾ പറഞ്ഞ പോലെ എന്തൊക്കെയാണ്, ലാൻഡ് അവിടെ ഫിക്സഡ് ആണ് അല്ലെ? ഈ ഒരു എക്സാമ്പിളിനകത്ത് ലാൻഡ് ഫിക്സഡ് ആണ്. നമുക്ക് ഒരു രാജ്യത്തെ ഫിക്സഡ് ലാൻഡ് വർദ്ധിപ്പിക്കാൻ പറ്റില്ല. പിന്നെ എന്താണ്? ക്യാപിറ്റൽ ഫിക്സഡ് ആണ്. മെഷീനറി, റോഡ്സ് അല്ലെങ്കിൽ എയർപോർട്ട്, ടൂൾസ്, ഇതൊക്കെ ഫിക്സഡ് ആണെന്ന് കരുതി. ലേബർ ഫിക്സഡ് ആണ്. ഒരു രാജ്യത്തിലെ ജനങ്ങളാണ് അവിടുത്തെ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത്, അത് ഫിക്സഡ് ആണ്. എന്റർപ്രണേഴ്സ് എന്ന് പറയുന്ന ലേബറിന്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ ഫിക്സഡ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ റിസോഴ്സസ് എന്ന് പറയുന്ന സ്കേഴ്സ് ആണ്, ലിമിറ്റഡ്. പക്ഷെ അൺലിമിറ്റഡ് വാൺസാ ഉള്ളത്. എക്കോണമി ഉദ്ദേശിക്കുന്ന പോലെ 100 ഗണ്ണുകളോ അല്ലെങ്കിൽ 100 ആപ്പിളോ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഒന്നെങ്കിൽ 14 ആപ്പിൾ ഉൽപ്പാദിപ്പിക്കാം, തോക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ 4 തോക്ക് ഉൽപ്പാദിപ്പിക്കാം, ആപ്പിളൊന്നും ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ 2 ഗണ്ണും 9 ആപ്പിൾ ഉൽപ്പാദിപ്പിക്കാം. ഇതിൽ എന്ത് വേണം എന്നുള്ളത് തീരുമാനിക്കുന്നതാണ് സെൻട്രൽ പ്രോബ്ലം എന്നാ നമ്മൾ പറഞ്ഞത്. എന്താ? വാട്ട് ടു പ്രൊഡ്യൂസ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. നമ്മൾ നേരത്തെ കണ്ടത്. ഓക്കെ. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഡയഗ്രമാറ്റിക് പ്രസന്റേഷനിലേക്ക് പോവാം. നോക്കുക, ഈ ടേബിളിനെ ബേസ് ചെയ്ത് നമ്മളൊരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഇവിടെ വരച്ചിട്ടുണ്ട്. ഡയഗ്രാം 1.1 എന്നുള്ളതാണ്. വെർട്ടിക്കൽ ആക്സിസിൽ ആപ്പിളുകളാണ് മെഷർ ചെയ്യുന്നത്. ഓൺ ദ ഹൊറിസോണ്ടൽ ആക്സിസ് മെഷർ ഗൺ. എ ബി സി ഡി ഇ എന്നുള്ള കോമ്പിനേഷൻസ് ഉണ്ട്. എ എന്നുള്ള കോമ്പിനേഷനിൽ നമുക്ക് 0 യൂണിറ്റ്സ് ഓഫ് ഗൺ ആണ്. ഗണ്ണുകൾ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. At the same time, 14 units of apples are produced there. And at point B, one more unit or 1 unit of gun is produced and 12 units of apples produced. In order to produce from point A to point B, the movement occurs because there is a reduction or decrease in the production of apples. How many units? 2 units. In order to produce 1 unit of gun, the economy reduces the production of apples. 2 ആപ്പിളുകളുടെ ഉൽപാദനം കുറച്ചിട്ടാണ് ഒരു തോക്ക് ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെയാണ് എ എന്നുള്ള പോയിന്റിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യുന്നത്. 0 ആപ്പിളും 0 ഗണ്ണും 14 ആപ്പിളും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു തോക്ക് ഉൽപ്പാദിപ്പിക്കുന്നു പോയിന്റ് ബിയിൽ. അതിന് എന്ത് ചെയ്യുന്നു? ഒരു തോക്ക് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് 12 അല്ലെങ്കിൽ 2 ആപ്പിളുകളുടെ എണ്ണം വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. ഈ ഒരു സെക്ഷനാണ് ഉണ്ടോ, 12 ആപ്പിളിലേക്ക് വന്നിരിക്കുകയാണ്, 14 12ലേക്ക്. അപ്പൊ ആപ്പിളിന്റെ എണ്ണം, 2 ആപ്പിളിന്റെ എണ്ണം കുറയ്ക്കുന്നു. എന്തിനാ? ഒരു ഗണ്ണ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ബിയിൽ നിന്നും സിയിലേക്കുള്ള മൂവ്മെന്റ് നോക്കിയാലോ. ബിയിൽ നിന്ന് സിയിലേക്കുള്ള മൂവ്മെന്റ് നോക്കിയാൽ ബിയിൽ നിന്ന് സിയിലേക്കുള്ള വെർട്ടിക്കൽ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ 12ൽ നിന്നും 9ലേക്കാണ് ആപ്പിളിന്റെ എണ്ണത്തിൽ ഉണ്ടാകുന്ന കുറവ് അല്ലെ? 3 യൂണിറ്റ് ആപ്പിൾ കുറയ്ക്കുന്നു. എന്തിനാണ്? 1 യൂണിറ്റ് അല്ല, ഒരു തോക്ക് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ 2 9ലേക്ക് എത്തി. പിന്നെ സിയിൽ നിന്ന് ഡിയിലേക്കുള്ള മൂവ്മെന്റ്, വെർട്ടിക്കൽ മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ എത്രയുണ്ട്? 9ൽ നിന്നും 5ലേക്കാണ് കുറയുന്നത്. 4 ഇവിടെ 4 യൂണിറ്റിന്റെ കുറവാണ്, അല്ലെ? 4 ആപ്പിളുകളുടെ എണ്ണം പ്രൊഡക്ഷൻ കുറയ്ക്കുക. എന്തിനാ? 1 more യൂണിറ്റ് ഓഫ് ഗൺ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഡിയിൽ നിന്നും ഇയിലേക്കുള്ള മൂവ്മെന്റ് എത്രയാണ്? 5 യൂണിറ്റ്സ് എവിടെ അല്ലെ? 5 യൂണിറ്റ്സ് മീൻസ് 5 ആപ്പിളുകളുടെ ഉൽപാദനം കുറച്ചിട്ടാണ് 1 more യൂണിറ്റ് ഓഫ് ഗൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതാണ്. നമുക്കത് കാണാൻ സാധിക്കും. ഓക്കെ, മനസ്സിലായി കാണുന്നു വിശ്വസിക്കുന്നു നിങ്ങൾക്ക്. അങ്ങനെ ഒരു എക്കോണമിക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന, ഇവിടെ ഗണ്ണും ഉണ്ട് ആപ്പിളും ഉണ്ട്, 2 വസ്തുക്കളാണ് ഉള്ളത് എന്നുള്ള നമ്മുടെ സങ്കല്പം. അപ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഷോസ് ലോക്കസ് ഓഫ് കോമ്പിനേഷൻസ് A, B, C, D, E. ലോക്കസ് ഓഫ് കോമ്പിനേഷൻസ് ഓഫ് 2 goods, say apples and gun. Locus of combinations of 2 goods that an economy can produce by using its
entire resources given the technology എന്നുള്ളതാണ്. വിഭവങ്ങളും സാങ്കേതിക വിദ്യയിലും മാറ്റമില്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന രണ്ട് വസ്തുക്കളുടെ വ്യത്യസ്തങ്ങളായ കോമ്പിനേഷനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഒരു ലൈനാണ് ഉൽപാദന സാധ്യതാ വക്രം. കോമ്പിനേഷൻ ഇവിടെ 0, 14, 1, 12, 2, 9, 3, 5, 4, 0 എന്നുള്ളതാണ്. മനസ്സിലായി കാണുന്നു വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ എക്കോണമി A, B, C, D എന്നുള്ള പോയിന്റുകളിൽ എവിടെയെങ്കിലും ആണെങ്കിൽ റിസോഴ്സസ് മാക്സിമം ഉപയോഗിക്കുന്നു എന്നുള്ള അർത്ഥം, അല്ലെങ്കിൽ ഉത്തമമായിട്ട് വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം. അതായത് 1 ഏക്കർ ലാൻഡാണ് ഒരു കർഷകനുണ്ടെങ്കിൽ ആ 1 ഏക്കർ അയാൾ ഉപയോഗിക്കുകയാണെങ്കിൽ വിഭവങ്ങൾ അയാൾ ഒപ്റ്റിമമായിട്ട് ഉപയോഗിക്കുന്നു. അയാൾക്ക് 5 ലേബേഴ്സിനെയാണ് മാക്സിമം ഒരു ഭൂമിയിൽ ഹയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വിഭവം നന്നായിട്ട് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഫുള്ളി യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ള അർത്ഥം. മനസ്സിലായി കാണുമല്ലോ. അതായത് നിങ്ങളുടെ ബുദ്ധി മുഴുവൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഫുൾ A+ കിട്ടുമെന്ന് നമ്മൾ പറയില്ലേ? പക്ഷെ ഉപയോഗിക്കുക ഇല്ല. അപ്പൊ നിങ്ങളുടെ ബുദ്ധി മുഴുവൻ ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാ വിഷയങ്ങൾക്കും ഫുൾ A+ കിട്ടുമോ? കിട്ടാം, ഉപയോഗിച്ചാൽ. കണ്ടീഷനല്ല. അപ്പൊ ഇവിടെ ആ സങ്കല്പം, ആ കണ്ടീഷൻസ് ഉള്ളത് എന്താണ്? ബുദ്ധി ഉപയോഗിക്കുന്ന കാര്യമല്ല, റിസോഴ്സസും സാങ്കേതിക വിദ്യയും ഒപ്റ്റിമമായിട്ട് വിനിയോഗിക്കുകയാണെങ്കിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന രണ്ട് വസ്തുക്കളുടെയും മാക്സിമം പോയിന്റ്സ് ഏതാണ്? ABCDE എന്ന് പറയുന്നത്. കിട്ടിയില്ലേ? അതിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് ഉൽപാദന സാധ്യതാ വക്രം. ഇതിപ്പോ ഒരു രാജ്യത്തിന്റെ കേസ് വെച്ചിട്ടാണ് പറയുന്നത്. ഒരു എക്കോണമിക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന 2 വസ്തുക്കൾ മാത്രം എന്നുള്ള ചില അസംഷൻസ് ഒക്കെ ഉണ്ട്. ഇനി അടുത്തത് നമുക്ക് ഗ്രോത്ത് ഓഫ് റിസോഴ്സിലേക്ക് പോകാൻ ചില മറ്റു സങ്കല്പങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തന്നെയാണ്. ഗ്രോത്ത് ഓഫ് നോക്കുക. ഈ ഒരു ഡയഗ്രത്തില് ABCDE എന്നുള്ള പോയിന്റ്സ് എന്ന് പറയുന്ന ഒപ്റ്റിമം പോയിന്റ്സ് ആണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിലെ ABCD എന്ന് പറഞ്ഞ പോയിന്റ്സ് കാണിക്കുന്ന എന്താണ്? ഓൾ ദ റിസോഴ്സസ് ലൈക്ക് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രണേഴ്സ്, ഇതെല്ലാം അല്ല റോ മെറ്റീരിയൽസ് എല്ലാം ഏറ്റവും മാക്സിമം ആയിട്ട് ഒപ്റ്റിമമായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു എക്കോണമിക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നതാണ്. ഇതിൽ എന്ത് വേണമെന്നുള്ള എക്കോണമി തീരുമാനിക്കേണ്ടത്. പറ്റുന്ന പല കോമ്പിനേഷൻസ് പോസിബിലിറ്റീസിനെ കണക്ട് ചെയ്ത് വരയ്ക്കാൻ ലൈനാണ് PPC അല്ലെങ്കിൽ PPF. ABCD എന്ന് പറയുന്നതാണ് പോയിന്റ്സ്. ഇനി നോക്കുക, നമ്മുടെ ഈ ഡയഗ്രത്തിനകത്ത് F എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. F എന്ന് പറഞ്ഞ പോയിന്റ് എവിടെയാണ് കാണുന്നത്? ഇൻസൈഡ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണ്. ഉൽപാദന സാധ്യതാ വക്രത്തിനുള്ളിലായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. അപ്പൊ ഈ F എന്ന് പറഞ്ഞ പോയിന്റില് തോക്കുകളുടെ എണ്ണം എത്രയാണ്? 2. ആപ്പിൾസിന്റെ എണ്ണം എത്രയാണ്? 4. മനസ്സിലായോ? അതായത് ഈ ഉൽപാദന സാധ്യതാ വക്രത്തിനുള്ളിലെ ഏത് പോയിന്റ്സും കാണിക്കുന്ന എന്താണ്? ആ എക്കോണമിയിൽ റിസോഴ്സസ് ഒപ്റ്റിമമായിട്ട് അല്ലെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അതിനെയാണ് നമ്മൾ പറയുന്നത് അണ്ടർ എംപ്ലോയ്മെന്റ് ഓഫ് റിസോഴ്സസ് അല്ലെങ്കിൽ ഇൻഎഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത്. ഇവിടെ 2 ഗണ്ണും 4 ആപ്പിളും മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. പക്ഷെ ആ എക്കോണമിക്ക് അതിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനുള്ള കേപ്പബിലിറ്റി ഉള്ള സമയത്താണ് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഫുൾ A+ മേടിക്കാനുള്ള ബുദ്ധിയുണ്ട്. പക്ഷെ നിങ്ങൾ ഫുൾ എന്ത് ചെയ്യും? D+ മേടിക്കുള്ളൂ അല്ലല്ലേ? അത് നിങ്ങൾ ഇഷ്ടം. D+, B+, Aയോ A+. പക്ഷെ നിങ്ങൾ A+ താഴെയാണ് മാർക്ക് മേടിക്കുന്നുണ്ടെങ്കിലോ ചിലത് പറയും ഫുൾ A+ മേടിക്കാൻ ബുദ്ധി ഉണ്ടായിരുന്ന കുട്ടിയാണ്, പക്ഷെ മാർക്ക് കുറവാന്ന് പറയും അല്ലെ? അതേപോലെ ഒരു എക്കോണമി അതിന് മാക്സിമം ABCDE എന്ന് പറഞ്ഞ പോയിന്റുകൾ മാക്സിമം ഉൽപ്പാദിപ്പിക്കാം. പക്ഷെ അത് ആ ഉൽപാദന സാധ്യതാ വക്രത്തിന് താഴെ ഇൻസൈഡുള്ള ഏതെങ്കിലും പോയിന്റിലെ കോമ്പിനേഷൻ അളവാണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ, നമ്മുടെ എക്സാമ്പിളിനകത്ത് F എന്ന് പറഞ്ഞ പോയിന്റ് എങ്കിൽ എന്ത് നമ്മൾ പറയും? ആ എക്കോണമി റിസോഴ്സസ് പൂർണ്ണമായിട്ടും വിനിയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ ദർ ഈസ് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് എന്ന് നമ്മൾ പറയും. മനസ്സിലായി കാണുന്നത് വരുന്നു. ഏത് പോയിന്റ് ABCDക്ക് ഉള്ളിലെ ഏത് പോയിന്റ്സും കാണിക്കുന്നത് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ഓഫ് ആൻ എക്കോണമി എന്നുള്ളതാണ്.
ഇനി നോക്കുക, നമ്മൾ ABCDE എന്നുള്ള പോയിന്റിൽ നിന്നും ഔട്ട്വേർഡ് മീൻസ് പുറത്തേക്ക് PPC ഷിഫ്റ്റ് ചെയ്യുകയാണ്. നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ABCD എന്നുള്ള പോയിന്റിൽ നിന്നും XY എന്നുള്ളൊരു പുതിയ കർവായിട്ട് ഔട്ട്വേർഡ് ഷിഫ്റ്റ്, പുറത്തേക്ക് അല്ലെങ്കിൽ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് നടത്തിയിരിക്കുകയാണ്. XY എന്നുള്ള പുതിയൊരു PPC നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് അങ്ങനെ ഒരു ഷിഫ്റ്റിംഗ് ഇവിടെ സാധ്യമാകുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ABCDE എന്ന് പറഞ്ഞ പോയിന്റുകളിൽ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കാൻ സാധ്യമാകുന്നത്? ലേബറും ക്യാപിറ്റലും ലാൻഡും ഒക്കെ മാക്സിമം യൂസ് ചെയ്തു ഒപ്റ്റിമം റിസോഴ്സസ് അലോക്കേഷനാണ്. അങ്ങനെ ഒപ്റ്റിമം ആയിട്ട് റിസോഴ്സ് യൂസ് ചെയ്താൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന പോയിന്റ്സ് ആണ് ABCDE. ഇനി അതിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ ആദ്യത്തെ എക്സാമ്പിളിനകത്ത് പറഞ്ഞു 100 കിലോ നെല്ല് ഉൽപ്പാദിപ്പിച്ചെന്ന് പറഞ്ഞു അല്ലെ, റിസോഴ്സസ് 1 ഏക്കർ ലാൻഡിൽ. അതിൽ കൂടുതൽ അയാൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ എക്സാമ്പിളിനകത്ത് നമ്മൾ പറഞ്ഞു മാക്സിമം 14 ആപ്പിൾ ഉൽപ്പാദിപ്പിക്കാം, 0 ഗണ്ണാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ. അല്ലെങ്കിലോ 4 ഗണ്ണ് ഉൽപ്പാദിപ്പിക്കാം, 0 ആപ്പിളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ. അത് വർദ്ധിപ്പിക്കാൻ പറ്റും ഗിവൺ ദ ടെക്നോളജി, ഗിവൺ ദ റിസോഴ്സസ്? ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ആപ്പിളിന്റെ എണ്ണം 14 നിന്നും 20 ആയിട്ടോ 50 ആയിട്ടോ വർദ്ധിപ്പിക്കണം. ഗണ്ണുകളുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 4 യൂണിറ്റിൽ നിന്നും 40 യൂണിറ്റ് ആയിട്ട് വർദ്ധിപ്പിക്കണം എന്ന് കരുതുക. അപ്പൊ എന്താണ് അവിടെ സാധ്യമാകേണ്ടത്? അല്ലെങ്കിൽ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ റിസോഴ്സസിനകത്ത് വർധന ഉണ്ടായേ തീരൂ. ലാൻഡ് വർദ്ധിക്കണം സ്വാഭാവികമായിട്ട്. പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ നമുക്ക് ആപ്പിളിന്റെ ഉൽപ്പാദനം കൂട്ടാം. അല്ലെങ്കിൽ ലേബറിന്റെ അളവ് വർദ്ധിക്കണം, ലേബർ ഫോഴ്സ്, വർക്ക് ഫോഴ്സ് വർദ്ധിക്കണം ഒരു രാജ്യത്ത്. അങ്ങനെയാണെങ്കിൽ ആപ്പിളിന്റെയും ഗണ്ണിന്റെയും ഉൽപ്പാദനം കൂട്ടാൻ പറ്റും. ക്യാപിറ്റൽ വർദ്ധിക്കും അല്ലെ, ട്രാക്ടറുകൾ അല്ലെങ്കിൽ അതുപോലത്തെ മെഷീനറി കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ആപ്പിളുകളും ഗണ്ണുകളും അല്ലെങ്കിൽ അരിയോ ഗോതമ്പോ ഒക്കെ തന്നെ. മനസ്സിലായി കാണുമല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞ ഇതാണ് XY എന്നുള്ള പുതിയ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. അങ്ങനെ ഒരു കർവ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ റിസോഴ്സസ് അഥവാ വിഭവങ്ങൾ ഒരു രാജ്യത്തിന്റെ വർദ്ധിച്ചേ മതിയാവുള്ളൂ. ഏതൊക്കെയാണ് ആ വിഭവങ്ങൾ? ഒന്നെങ്കിൽ മൂലധനം വർദ്ധിക്കണം, ലേബർ വർദ്ധിക്കണം, അല്ലെ ലാൻഡ് വർദ്ധിക്കണം. ഇനി ഇതൊന്നും ഇല്ലാണ്ട് ഉൽപ്പാദനം സാധ്യമാകുമോ? സാധ്യമാകും. എങ്ങനെയാണോ? സാങ്കേതിക വിദ്യയുടെ വർധനവിലൂടെ അല്ലെ വളർച്ചയിലൂടെ. കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടു ഗ്രീൻ റെവല്യൂഷൻ അല്ലെ. എന്താ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്? പ്രൊഡക്ഷൻ, ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഐറ്റംസ് അല്ലെ, ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഐറ്റംസ് by intensively using high yield variety of seeds, irrigation facilities, അങ്ങനെയൊക്കെ തന്നെ അല്ലേ. അല്ലെങ്കിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ്. സാങ്കേതിക വിദ്യയുടെ വർധന ഉണ്ടായി കഴിഞ്ഞാൽ ലാൻഡ് ഫിക്സഡ് ആണെങ്കിൽ കൂടി ലേബറും ഒക്കെ ഫിക്സഡ് ആണെങ്കിൽ കൂടി പ്രൊഡക്ഷൻ ക്യാൻ ബി ഇൻക്രീസ്ഡ് എന്നാണ് പറയുന്നത്. ഡെവലപ്ഡ് കൺട്രീസ് ഒക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ ചെയ്യുന്നത്. ഒരു പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നത് ക്യാപിറ്റലും ലേബറും ലാൻഡും ഒക്കെ നമുക്ക് വർദ്ധിക്കുന്നതിന് വലിയ പ്രയാസങ്ങളുണ്ട്. ക്യാപിറ്റൽ ഒക്കെ വർദ്ധിക്കുന്നതിനൊക്കെ ടൈമൊക്കെ വേണം. ലാൻഡൊക്കെ വർദ്ധിപ്പിക്കാൻ നമുക്ക് പറ്റില്ലെന്ന് അറിയാലോ, അല്ലെ വേറെ രാജ്യങ്ങളൊക്കെ പിടിച്ചെടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതൊക്കെ ഏകദേശം ഫിക്സഡ് ആണ്. അപ്പൊ ഫിക്സഡ് ആയിട്ടുള്ള ലാൻഡില് ലേബറും ഫിക്സഡ് ആണെങ്കിൽ പ്രൊഡക്ഷൻ നമുക്ക് വർദ്ധിപ്പിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജിക്കകത്ത് ഒരു വലിയൊരു വർധന ഉണ്ടാവുകയാണ്. ടെക്നോളജിക്കകത്തൊരു പുരോഗതി ഉണ്ടായി കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. സാങ്കേതിക വിദ്യയുടെ പുരോഗതി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഉൽപാദനം വർദ്ധിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ XY എന്നുള്ള കർവിലെ S എന്നുള്ള പോയിന്റിലേക്ക് നമുക്ക് വരാനാണ്. നോക്കി, S എന്നുള്ള പോയിന്റിൽ 4 യൂണിറ്റ്സ് ഓഫ് ഗണ്ണും 12 യൂണിറ്റ്സ് ഓഫ് ആപ്പിൾസ് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നു. അപ്പൊ കൂടുതൽ അളവ് ഗണ്ണ് മാക്സിമം, നേരത്തെ നമ്മൾ പറഞ്ഞു മാക്സിമം 4 ഗണ്ണ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമായിരുന്നുള്ളൂ അല്ലെ. അപ്പൊ 0 ആപ്പിൾ ആയിരുന്നു. ഇവിടെ S എന്നുള്ള പോയിന്റ് നോക്കി, XY എന്നുള്ള പുതിയ PPCയിൽ S എന്നുള്ള പോയിന്റിൽ 4 ഗണ്ണുകളും 12 ആപ്പിൾസ് ഉൽപ്പാദിപ്പിച്ചിരിക്കും. എങ്ങനെ അത് സാധ്യമായത്? ബിക്കോസ് ഓഫ് ദ ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് ഓഫ് ആൻ എക്കോണമി എന്നുള്ളതാണ്. അപ്പൊ ഒന്നെങ്കിൽ ലേബറോ ക്യാപിറ്റലോ അല്ലെങ്കിൽ എന്താണ് ലാൻഡോ
അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് പ്രധാനപ്പെട്ട സാങ്കേതിക വിദ്യയാണ്, അതുകൊണ്ട് അതിന് പ്രയോറിറ്റി കൊടുക്കുന്നത്. ലാൻഡ് നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റില്ല. ലാൻഡോ ലേബറോ ക്യാപിറ്റലോ സാങ്കേതിക വിദ്യയോ ഒക്കെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ റിസോഴ്സസിനകത്ത് വർധനം ഉണ്ടാകും. പ്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞ പോലെ എസ് എന്നുള്ള പോയിന്റിലേക്ക് എത്തിച്ചേരും. പക്ഷേ ലാൻഡ് നമ്മൾ പറഞ്ഞ് ഫിക്സഡാ, വർദ്ധിപ്പിക്കാൻ പറ്റില്ല. ലേബർ വർദ്ധിക്കുന്നതിന് വലിയ സമയം എടുക്കും. പുതിയ ആൾക്കാർ ജനിച്ച് അവര് പ്രായപൂർത്തിയായിട്ട് വർക്ക് ഫോഴ്സ് ആയിട്ട് വരണം, അല്ലെ? ഇതിനകത്ത് ക്യാപിറ്റലിന്റെ ഭാഗം തന്നെയാണ് സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത്. പുതിയ യന്ത്രങ്ങൾ, പുതിയ സാങ്കേതിക വിദ്യകൾ വന്നാൽ മാത്രമേ നമ്മൾ പറഞ്ഞ പോലെ എസ് എന്നുള്ള പോയിന്റിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുള്ളൂ. പെട്ടെന്ന് എത്തിച്ചേരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സാങ്കേതിക വിദ്യയിലെ പുരോഗതി കൊണ്ട് നമുക്ക് ഉൽപാദനം ഗണ്യമായിട്ട് വർദ്ധിപ്പിക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഓർക്കുക, ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ലാൻഡിന്റെ അളവ് വർദ്ധിച്ചാലോ ലേബറിന്റെ അളവ് വർദ്ധിപ്പിച്ചാലോ സാങ്കേതിക വിദ്യയുടെ വർധന കൊണ്ടോ പുരോഗതി കൊണ്ടോ ഒക്കെ നമുക്ക് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് റൈറ്റിലേക്ക്, അല്ലെങ്കിൽ ഒരു റൈറ്റ്വേർഡ് ഷിഫ്റ്റ്, അപ്വേർഡ് ഷിഫ്റ്റ് സാധ്യമാണ്. അതിനെയാണ് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത്, വിഭവങ്ങളുടെ വളർച്ച എന്ന് പറയുന്നത്. അതിനകത്ത് ഏറ്റവും സാധ്യമാകുന്ന കാര്യം ടെക്നോളജിയുടെ പുരോഗതി കൊണ്ടുള്ള ഉൽപാദന വർധനമാണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇവിടെ XY ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് ആണ് കാണിക്കുന്നത്. എസ് എന്നുള്ള പോയിന്റ് അത്ര പെട്ടെന്ന് അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ABCDE എന്നുള്ള പോയിന്റിലാണ് ഒരു എക്കോണമിക്ക് എത്തിച്ചേരാൻ പറ്റുന്നത്. അതാണ് ഒപ്റ്റിമം പോയിന്റ്സ് എന്ന് പറയുന്നത്. ABCDക്കുള്ളിലുള്ള താഴെയുള്ള ലെഫ്റ്റ് സൈഡിലെ പോയിന്റ്സ് ഒക്കെ തന്നെ എന്താണ്? ഒരു ഇൻഎഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. കഴിവിന്റെ താഴെ മാത്രം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന പോയിന്റ്സ് ആണ്. ABCDക്ക് പുറത്തുള്ള പോയിന്റ്സോ എസ് എന്ന് പറഞ്ഞ പോയിന്റ്സോ ഇപ്പോ അറ്റ് പ്രസന്റ് അൺഅറ്റൈനബിൾ, നമുക്ക് അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നതല്ല. എസ് എന്നുള്ള പറഞ്ഞ പോയിന്റിൽ ഉൽപ്പാദിപ്പിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വേണം? റിസോഴ്സസിനകത്ത് വളർച്ച ഉണ്ടാവും. ദർ മസ്റ്റ് ബി ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ടെക്നോളജി. അതിൽ സാധ്യമായത്, പെട്ടെന്ന് സാധ്യമായത്, അല്ലെങ്കിൽ ഒരു 10 വർഷത്തിനുള്ളിലോ 5 വർഷത്തിനുള്ളിലോ സാധ്യമാകുന്ന കാര്യം ടെക്നോളജിയുടെ ഗ്രോത്ത് ആണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഗ്രീൻ റെവല്യൂഷൻ എക്സാമ്പിളിനകത്ത് നമ്മൾ കണ്ടായിരുന്നു, അല്ലെ? എല്ലാം നമ്മൾ ഗ്രീൻ റെവല്യൂഷന്റെ ഫലമായിട്ട് ഉൽപ്പാദനം വർദ്ധിപ്പിച്ചത് ടെക്നോളജി കൊണ്ടാണ്. നല്ല ഇനം വിത്തുകൾ ഉപയോഗിച്ച്, സാങ്കേതിക വിദ്യ ഉപയോഗിച്ച്, രാസവളങ്ങൾ ഉപയോഗിച്ച് ഉൽപ്പാദനം കൂട്ടുമായിരുന്നത്. ലേബറിന്റെ അളവ് നമ്മൾ കൂട്ടുകയല്ലേ ചെയ്തത് അവിടെ, അല്ലെങ്കിൽ ലാൻഡിന്റെ അളവ് ഒന്നുമല്ല കൂട്ടിയിട്ടല്ല ഔട്ട്പുട്ട്, പ്രൊഡക്ഷൻ അല്ലെ പ്രോഡക്റ്റ് വർദ്ധിപ്പിച്ചു നമ്മൾ. പിന്നെ എന്ത് ചെയ്തു? ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെന്റ്സും ഉണ്ടാവും. ഓക്കെ, ഇതിലേക്ക് നമുക്ക് വരാം. ഡിഫറെന്റ് ഷേപ്സ് ഓഫ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ആൻഡ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മേ ബി ഇൻക്രീസിങ്, ഡിക്രീസിങ് ഓർ മേ ബി റിമെയിൻസ് കോൺസ്റ്റന്റ് എന്നുള്ളതാണ്. 3 പോസിബിലിറ്റീസ് ഉണ്ട്. ഇനി മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇൻക്രീസിങ് ആണെങ്കിൽ PPCയുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി കോൺകേവ് ടു ഇറ്റ്സ് ഒറിജിൻ എന്നുള്ള കോൺകേവ് ഷേപ്പ് ആയിരിക്കും. On the other hand, if the marginal opportunity cost is decreasing, marginal opportunity cost എന്താ നമ്മൾ പറഞ്ഞല്ലേ? ഓരോ യൂണിറ്റ് ഗണ്ണുകളും പ്രൊഡ്യൂസ് ചെയ്യുവാൻ വേണ്ടിയിട്ട് വേണ്ടെന്ന് വയ്ക്കുന്ന ആപ്പിളുകളുടെ എണ്ണം എന്നുള്ളതാണ്. അത് നമ്മൾ കണ്ട നമ്മുടെ എക്സാമ്പിളിനകത്ത് 2, 3, 4, 5 എന്ന രീതിയിൽ ഇൻക്രീസിങ് ആണ്, വർദ്ധിക്കുകയായിരുന്നു ചെയ്തത്. ആദ്യത്തെ കേസാണ്. അവിടെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വർദ്ധിക്കുകയായിരുന്നു. അതുകൊണ്ട് PPCയുടെ ഷേപ്പ് എങ്ങനെയായിരുന്നു നമ്മൾ കണ്ടത്? ഒരു കോൺകേവ് ഷേപ്പാണ്, അല്ലെ? കോൺകേവ് ടു ഒറിജിൻ എന്നുള്ള കണ്ടോ, കോൺകേവ് ഷേപ്പാണ്. ബട്ട് ഇഫ് ദ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇസ് ഡിക്രീസിങ്, ദെൻ ദ ഷേപ്പ് ഓഫ് PPC മസ്റ്റ് ബി കോൺവെക്സ് ടു ഒറിജിൻ എന്നുള്ളതായിരിക്കും. രണ്ടാമത്തെ നമ്മുടെ ഡയഗ്രം നോക്കുക. അകത്തേക്ക് ഇത് ഇൻവേർഡ് ഡൗൺ ആയിട്ടിരിക്കുകയാണ്, കോൺവെക്സ് ടു ദ ഒറിജിൻ അതിന് പറയുന്നത് നമ്മൾ. തേർഡ് പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇഫ് ദ MOC ഈസ് കോൺസ്റ്റന്റ്, അതായത് ഓരോ യൂണിറ്റ് ഗണ്ണിന് വേണ്ടിയിട്ടും വേണ്ടെന്ന് വെക്കുന്ന ആപ്പിളിന്റെ എണ്ണം കൃത്യമാണെന്ന് കരുതുക. 2 ആപ്പിൾ വേണ്ടെന്ന് വെച്ചാൽ 1 തോക്ക് ഉൽപ്പാദിപ്പിക്കാം, പിന്നെയും 2 ആപ്പിൾ വേണ്ടെന്ന് വെച്ചാൽ 1 തോക്ക് ഉൽപ്പാദിപ്പിക്കാം. അങ്ങനെ ഓരോ യൂണിറ്റ് കൂടുതൽ ഗണ്ണുകളും പ്രൊഡ്യൂസ് ചെയ്യുവാൻ വേണ്ടിയിട്ട് വേണ്ടെന്ന് വയ്ക്കുന്ന ആപ്പിളുകളുടെ എണ്ണം കോൺസ്റ്റന്റ് ആണെന്ന് കരുതുക. 2, 2, 2 അല്ലെ 4, 4, 4 ആണെന്ന് കരുതുക. അങ്ങനെയുള്ള കേസിൽ
PPCയുടെ ഷേപ്പ് എന്ന് പറയുന്നത് PPC വിൽ ബി എ സ്ട്രേറ്റ് ലൈൻ ലൈക്ക് ദിസ്. നമ്മുടെ ഈ എക്സാമ്പിൾ നോക്കുക, സ്ട്രേറ്റ് ലൈൻ. അപ്പൊ അതിനകത്ത് ഒരു പോസിബിലിറ്റി മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഏതാണ്? MOS ഈസ് ഇൻക്രീസിംഗ് എന്നുള്ള പോസിബിലിറ്റി നമ്മൾ പ്രധാനമായിട്ടും കണ്ടുള്ളൂ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കണം, പല കേസുകളുണ്ട്. അത് ഏത് സാഹചര്യങ്ങളിലാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് പിന്നെ കാണാനുള്ളതാണ്. ഇപ്പൊ അതിന്റെ റീസൺ ഞാൻ പറയുന്നില്ല. പല സാഹചര്യങ്ങളിൽ പല റീസൺസ് ഉണ്ട് അതിന്. ഇപ്പം നമുക്കത് പറയേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ട്, 2 പ്രോബ്ലംസ് ഉണ്ട്. നോക്കിയാൽ മനസ്സിലാകും. ആദ്യത്തെ പ്രോബ്ലത്തിനകത്ത് പോസിബിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്, അംബ്രല്ലാസ് കൊടുത്തിട്ടുണ്ട്, ഫുഡ് വേസ് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ പ്രോബ്ലത്തിനകത്ത് ഗുഡ് എക്സും വൈയും കൊടുത്തിട്ട് ഇതിന്റെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കാണണം. ടേബിൾ വരച്ചിട്ട് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എഴുതി PPC വരയ്ക്കണം. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരച്ചിട്ട് എനിക്ക് വാട്സപ്പിൽ കൂടെ അയച്ചു തരണം. ഞാനത് നോക്കുന്നതായിരിക്കും. നിങ്ങളുടെ ബുക്കിൽ കൃത്യമായിട്ട് എഴുതിക്കണം തരുന്ന വർക്കുകൾ കേട്ടോ. അപ്പോൾ ഈ വർക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ്. ഈ വർക്ക് ചെയ്യുക, എനിക്ക് സെൻഡ് ചെയ്യുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം. വോയിസ് ക്ലിപ്പായിട്ട് അല്ലെങ്കിൽ എഴുതിയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. എനിക്ക് പേഴ്സണലായിട്ട് വാട്സപ്പ് ചെയ്താൽ മതി. ഗ്രൂപ്പിലോട്ട് ഇടണ്ട, പേഴ്സണലായിട്ട് വാട്സപ്പ് ചെയ്താൽ മതി. ഓക്കെ. അപ്പം നമ്മൾ ഇന്ന് കണ്ട കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് വിലയിരുത്തുകയാണ്, അല്ലെങ്കിൽ ഒന്നുകൂടി നോക്കുകയാണ്. നമ്മൾ ഇന്ന് കണ്ടത് വളരെ ചെറിയൊരു കാര്യമാണ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്താണെന്നുള്ളത് കണ്ടു. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ റിസോഴ്സസ് എന്തൊക്കെയാണെന്നുള്ളത് കണ്ടു മെയിൻ ആയിട്ടുള്ളത്. പിന്നെ എന്താ കണ്ടത്? ഹൗ ടു ഡ്രോ എ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്നുള്ളത് നമ്മൾ കണ്ടു. ആൻഡ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു. എന്താണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് good 2 that is sacrificed in order to produce one more unit of good 1. അല്ലെങ്കിൽ ഒന്നാമത്തെ വസ്തുവിന്റെ ഒരു യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടിയിട്ട് വേണ്ടെന്ന് വെച്ച രണ്ടാമത്തെ വസ്തുവിന്റെ അളവാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കണ്ടു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് ഉള്ളിലുള്ള പോയിന്റുകൾ കാണിക്കുന്ന എന്താണ്? അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിലെ പോയിന്റുകൾ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ് കാണിക്കുന്നത്. അതിന് ഉള്ളിലുള്ള പോയിന്റ്സ് കാണിക്കുന്നത് ഇൻഎഫിഷ്യന്റ് അഥവാ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. PPCക്ക് പുറത്തുള്ള പോയിന്റ്സ് കാണിക്കുന്നത് കറന്റ്ലി അൺഅറ്റൈനബിൾ അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ പറ്റാത്ത പോയിന്റ്സ് ആണ്. അത് അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ റിസോഴ്സസ് മസ്റ്റ് ബി ഇൻക്രീസ്ഡ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് ഷുഡ് ബി ദെയർ ഇൻ ഓർഡർ ടു അച്ചീവ് എനി പോയിന്റ്സ് ഔട്ട്സൈഡ് ദ PPC എന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു. ദർ മസ്റ്റ് ബി ഇൻക്രീസ് ഇൻ ദ ലാൻഡ് ഓർ ക്യാപിറ്റൽ ഓർ ലേബർ. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞു ടെക്നോളജി അല്ലെ. ഒന്നെങ്കിൽ ലാൻഡോ ലേബറോ ക്യാപിറ്റലോ സാങ്കേതിക വിദ്യയുടെ പുരോഗതി ഉണ്ടായാലാണ് നമ്മൾ അതിനെയാണ് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സാധ്യമാവൂ എന്നുള്ളത് കണ്ടു. ഈ പ്രോബ്ലങ്ങൾ ചെയ്യുക. താങ്ക് യു. നമ്മുടെ അടുത്ത സെഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് കൈൻഡ്സ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് എക്കോണമീസ് ആണ്. അതുപോലെ പോസിറ്റീവ് ആൻഡ് നോർമേറ്റീവ് എക്കണോമിക്സ് ആണ്. നമ്മൾ ഉടനെ അത് തരുന്നതായിരിക്കും.